ചേട്ടേ ഓശാന ടിവിയുടെ പ്രോഗ്രാം കണ്ടോ? എന്താ പ്രോഗ്രാം? ഇതില് പിറവ് ആര് നേടും, അതില് വന്നേക്കണ കമന്റുകൾ കണ്ടോ? അനൂപ് ജയിക്കിപ്പോ 40,000 വോട്ടിന് മേളില് ഭൂരിപക്ഷം നേടും. ഇത്രയൊക്കെ കിട്ടുമോ? അനൂപ് ജേക്കബിന് 40,000 വോട്ട് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ സാബുക്ക് ജേക്കബിനെ പിറവത്തെ എൽഡിഎഫ് ചതിക്കണം. അങ്ങനെ ഒരു ചതി വന്നാൽ അനൂപ് ജേക്കബിന് 40,000 വോട്ട് ഭൂരിപക്ഷം ഉറപ്പാണ്. അല്ലെങ്കിൽ പിറവ മണ്ഡലത്തിൽ ഇത്തവണ വോട്ട് കുറയും അറിയാതെ. കഴിഞ്ഞ തവണ 1,56,990 സംതിങ് വോട്ട് ചെയ്തെടുത്ത് ഈ തവണ 1,49 ഇത്തവണ വോട്ട് വന്നേക്കണം. അപ്പൊ തന്നെ അതിൽ തന്നെ 7,400 സംതിങ് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ അനൂപ് ജേക്കബിന് 25,360 ഭൂരിപക്ഷം. അപ്പൊ ഈ കുറഞ്ഞ 7,000 സംതിങ് വോട്ട് ആരുടെ പെട്ടിന്ന് പോകും? അതാണ് ആദ്യത്തെ ഒരു ചോദിച്ചിരുന്നത്. പിന്നെ പിറവത്തിന്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി പിറവത്ത് സ്ഥിരതയുള്ള വോട്ടുണ്ട്. 2012 ടി എൻ ജേക്കബ് സാർ മരിക്കുന്ന തരംഗം അനൂപ് ജേക്കബിന്റെ ഫസ്റ്റ് എൻട്രി. ആ സമയത്തും ഇവിടെ എം ജെ ജേക്കബ് 70,000 വോട്ട് പിടിച്ചു. അന്ന് അനൂപ് ജേക്കബിന് 12,000 വോട്ടാണ് ഭൂരിപക്ഷം 2012. അത് 2016 വന്നപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞു പോയി. 6,000 വോട്ട് അനൂപ് ജേക്കബിന് ഭൂരിപക്ഷം ഉള്ളൂ. അന്നും 67,000 വോട്ട് എം ജെക്ക് പിടിച്ചൂടെ? 67,000 വോട്ട് അന്ന് പിടിക്കുമ്പോൾ പി പി സത്യം ബി ജെ പിയുടെ 17,503 വോട്ട് പിടിച്ചു. 17,503 വോട്ട് പി പി സത്യം പിടിച്ച 2016. അന്നത്തെ ഭൂരിപക്ഷം അനൂപ് ജേക്കബിന് 6,000 സംതിങ് ഭൂരിപക്ഷം ഉള്ളൂ. അത് 2021 വന്നപ്പോ പി പി സത്യന്റെ 17,503 വോട്ടിൽ നിന്നും ആഷിഖിന് കിട്ടിയത് 11,042 വോട്ടാണ്. ഒരു 6,000 വോട്ട് കുറവ്. അപ്പൊ അന്ന് വന്ന വിവാദം BDJS വോട്ട് ചെയ്തില്ല. ആർക്കും ചെയ്തില്ല, BJP ചെയ്തില്ല. ആ വോട്ട് ആരോ വാങ്ങി ആരോടെ പെട്ടി വന്നു. അതായത് അന്നത്തെ വിവാദമാട്ടെ ഞാൻ പറഞ്ഞത്. ആ വോട്ട് ഭൂരിപക്ഷത്തിലുണ്ട് അനൂപ് ജേക്കബിന്റെ 25,360 BDJSന്റെ വോട്ടുണ്ട്. ഈ തവണ BDJSന്റെ വോട്ട് കറക്റ്റ് BJPയുടെ പെട്ടി വീണേ പറ്റൂ. BJPക്ക് സ്ഥിരതയുള്ള 17,503 വോട്ട് ഇവിടെ കിട്ടിയേ പറ്റൂ. കിട്ടിയില്ലെങ്കിൽ BJP ആരോട് സമ്മാനം പറയണം? 2020 സാബുനോട് സമ്മാനം പറയണം. സാബു എവിടെ പോയി ചോദിക്കും? മുൻസ്റ്റാഡ് പോയി ചോദിക്കും. അപ്പൊ പിറവ മണ്ഡലത്തിലെ BJPയുടെ വോട്ട് ഒരു വോട്ട് പോലും പോകാതെ പെട്ടി വീണേ പറ്റി തോണെ. അത് അനൂപ് ജേക്കബിന്റെ ഭൂരിപക്ഷത്തെ ബാധിക്കും. അതുകൂടാണ്ട് 2020യുടെ വോട്ട് നിസ്സാരമല്ല. നിസ്സാരം എന്ന് പറയുന്നത് ഏഴക്കർനാട് മണിയുടെ ഭാഗത്തൊക്കെ ജിജി അവരുടെ കാൻഡിഡേറ്റ് വോട്ട് പിടിക്കും. അത് അനൂപിന്റെ വോട്ടെ പിടിക്കണം. പിന്നത്തെ കണക്കെന്ന് പറഞ്ഞാൽ 2016 67,000 വോട്ട് എം ജെക്ക് ഉണ്ടല്ലോ. 2021 വന്നപ്പോൾ 59. കാരണം അവസാന നിമിഷം വരെ 2021 ഈ സീറ്റ് പാർട്ടിക്കായിരുന്നു. ഷാജി ജയിക്ക് പിന്നെ ഈ സീറ്റ് കിട്ടാത്തതിന്റെ ഒരു കലിപ്പ് ആ മേഖലയിൽ പിറവത്ത് കുറെ സഖാക്കളൊന്നും സിന്ധു വോട്ട് ചെയ്തിട്ടില്ല. ആ സഖാക്കളാണ് ഈ തോണെ സാബു ജേക്കബിനെ പൊക്കി നടക്കണേ. അപ്പൊ സഖാക്കൾ ചതിക്കുവോ? ചതിക്കില്ല. അപ്പൊ ആ കുറഞ്ഞ വോട്ട് 2016 എം ജെക്ക് കിട്ടിയ 67, 2021 സിന്ധുമോൾ ജയിക്കുമ്പോ 59. ആ മൈനസ് വോട്ട് ഈ തവണ കറക്റ്റ് LDFന്റെ വെട്ടി വീഴും. അപ്പൊ അതും എവിടെ പോകും? അതും അനൂപ് ജേക്കബിന്റെ ഭൂരിപക്ഷത്തെ കുറയും. കണക്കൊണ്ട് മനസ്സിലാവുന്നുണ്ട്. പിറവത്ത് 40,000 വോട്ടൊന്നും അനൂപ് ജേക്കബിന് ഭൂരിപക്ഷം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൽ വേറൊരു വസ്തുതയുണ്ട്. സാബു ജേക്കബ് ഇത്ര നാൾ കോൺഗ്രസിലല്ലായിരുന്നു. ഒരു 10% ആൾക്കാർ കൂടുതൽ അതിൽ കൂടുതലൊന്നും സാബുവിനോട് വിരോധം എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ കൈപ്പത്തി ഒരു തവണയെങ്കിലും ഒരു വോട്ട് ചെയ്യുന്ന ആഗ്രഹമുള്ള കോൺഗ്രസ്സുകാർ പിറവത്തുണ്ട്. ഇത് കാലങ്ങളായിട്ട് ജേക്കബ് ഗ്രൂപ്പിന്റെ സീറ്റാണല്ലോ. അപ്പൊ അതൊരു മാറ്റം വരാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാർ പിറവത്തുണ്ടെങ്കിൽ വോട്ട് അവിടെ പോകും, സാബുവിന് പോകും. അന്നേരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടെ അവരുടെ വോട്ട് ജേക്കബിന്റെ പെട്ടി പോയാ, അനൂപ് ജേക്കബിന്റെ പെട്ടി പോയാ സാബു പറ്റത്ത് വിട്ടു. ഇല്ലേ, ഈ റിസൾട്ട് 4-ാം തീയതി ആവാണ്ട് ആർക്കും പറയാൻ സാധിക്കില്ല. 2-3 ഘടകങ്ങളാണ് ഇതിനകത്തുള്ളത്. അല്ലാണ്ട് കമന്റ് ബോക്സിൽ 40,000 വോട്ട് 50,000 അതൊന്നും എനിക്കത്ര വിശ്വസനീയമല്ല.